വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്നുവെന്ന് അവകാശപ്പെടുന്ന KH മുഹമ്മദ് ഹുസൈൻ MDMA കേസിൽ പിടിയിലായത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. ഏതെങ്കിലും പരിപാടിക്കിടെയുണ്ടായ ചിത്രം എന്ന ന്യായം പറയാനാകാത്ത വിധം മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളയാളാണ് മുഹമ്മദ് ഹുസൈൻ എന്ന് വിശദാംശങ്ങൾ പങ്കുവച്ച് CPIM ആരോപണം ശക്തമാക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് ശക്തമാക്കുന്നതിനിടെയാണ് പുതിയ രാഷ്ട്രീയ അങ്കലാപ്പ്. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു അങ്കലാപ്പ് പ്രതിപക്ഷത്തിനുണ്ടോ എന്ന തരത്തിലുള്ള സംശയമുണ്ടായിരുന്നു. വലിയ പ്രതികരണങ്ങളൊന്നും കണ്ടില്ല. ആകെ DYFI സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതികരണം മാത്രമാണ് ആദ്യഘട്ടത്തിൽ വന്നതെങ്കിൽ പിന്നീട് CPIM ഇതൊരു വിഷയമായി ഏറ്റെടുക്കുകയും ഒരു ഗുരുതരമായ ആരോപണത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ചിത്രം എന്ന് പറയാൻ കഴിയില്ല. ധാരാളം റീൽസ് അടക്കം ഇങ്ങനെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള റീൽസ് അടക്കം ഈ പ്രതികളുടേതായി ഇങ്ങനെ പ്രചരിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി പോയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇത് ഓപ്പറേഷൻ തൂഫാനെ എങ്ങനെ ആളുകൾ വിലയിരുത്തും എന്നുള്ള ചർച്ചയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്താകമാനം വേരോടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല പേരെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ VD സതീശൻ്റെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ടീമിൽ അംഗമായിരുന്നു എന്ന് പറയുന്ന KH മുഹമ്മദ് ഹുസൈൻ തന്നെ ഇപ്പോൾ തൂഫാനുമായി പിടിയിലാവുന്നത്. 139 ഗ്രാം MDMAയുമായാണ് ഇയാൾ പിടിയിലാവുന്നത്. ആദ്യഘട്ടത്തിൽ DYFI നേതാക്കൾ മാത്രമായിരുന്നു പ്രതികരണം നടത്തിയിരുന്നെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പിന്നീട് ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത് തന്നെ ഈ വാർത്ത ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, കിലോ കണക്കിന് MDMA ആണ് ഭരണ രംഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വിൽപ്പന നടത്തുന്നത്. എങ്ങനെയാണ് ഓപ്പറേഷൻ തൂഫാൻ വിജയിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഈ പ്രതികൾ ആയിട്ടുള്ള ആളുകൾ കോൺഗ്രസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. ഇതിൽ മുഹമ്മദ് ഹുസൈൻ, അദ്ദേഹം പെരുമ്പാവൂരിലെ വലിയകുളം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ. അപ്പോൾ അദ്ദേഹത്തെ പാർട്ടി യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, മറ്റു പ്രതികളും യൂത്ത് കോൺഗ്രസുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവർക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുക അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ അതെല്ലാം പറഞ്ഞെന്ന് വരും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ, കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ ഉണ്ടായിരുന്നു എന്നാണ് മുഹമ്മദ് ഹുസൈൻ്റെ അവകാശവാദം. അല്ലെങ്കിൽ അദ്ദേഹം ആ രീതിയിലായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടി ചിത്രങ്ങൾ പുറത്തു വരുന്നു, നിരവധി റീൽസുകൾ പുറത്തു വരുന്നു. എന്തായാലും ഇത് ഓപ്പറേഷൻ തൂഫാനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, ഭരണ രംഗത്ത് നിൽക്കുന്ന ആളുകളുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ തന്നെ പിടിയിലാകുമ്പോൾ അത് ഒരുപക്ഷെ ഓപ്പറേഷൻ തൂഫാന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. പക്ഷെ അത് ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രതിസന്ധി ആയിരിക്കും ഉണ്ടാക്കുക. ഹർഷൻ, റൈറ്റ്. സഹിന ആന്റണിയാണ് ന്യൂസ് ആങ്കിളിൽ ചേർന്നത്.